ഒരു മുഖവുരയും വേണ്ടാത്ത ഒരാളാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റായി ലീഡേഴ്സ് മോർണിംഗിൽ എത്തിയിരിക്കുന്നത്. മറ്റാരുമല്ല, നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട PC വിശ്വനാഥ് MLA ആണ്. സ്വാഗതം ചെയ്യും അദ്ദേഹത്തെ. നമസ്കാരം ശ്രീ PC വിശ്വനാഥ്, ഗുഡ് മോർണിംഗ്. സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല, കഴിക്കണം. ഓക്കെ. ശ്രീ PC വിശ്വനാഥ്, ഇപ്പോൾ SIR നടപ്പാക്കാൻ പോവുകയാണ്. കേരളത്തിലടക്കം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ നടപടി ഇപ്പോൾ ഫൈനൽ കോളൊന്നും ആയിട്ടില്ല എങ്കിൽ പോലും അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പലയിടത്തും ഓരോ നീക്കങ്ങൾ നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്നലെ ഇപ്പോൾ ഒരു യോഗവും വിളിച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ. അങ്ങ് അതിൽ പങ്കെടുത്ത ആളുകൂടിയാണ്. എന്താണ് ഇന്നലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം? പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നതാണോ ശ്രീ PC വിശ്വനാഥ്? ഇന്നലത്തെ യോഗം കഴിയുമ്പോഴും ഒട്ടേറെ ആശങ്കകൾ ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. കാരണം അവിടെ നമ്മൾ എല്ലാവരും, ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും പങ്കുവച്ച ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു പരാതി, ഇത്തരത്തിലൊരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ കേരളത്തിൽ ആരംഭിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടത്താനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ ഇന്നലെ ഈ സ്റ്റേറ്റ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ക്ഷണിച്ചത്, ശ്രീ രത്തൻ ഖേൽക്കർ. പക്ഷേ ഈ യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ തവണ 4 ജില്ലകളിലും പിന്നീട് ഇന്നലെ തന്നെ 5 ജില്ലകളിലും ജില്ലാതലത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം കളക്ടർമാർ വിളിച്ചിരിക്കുകയാണ്. അപ്പം ഈ പ്രോസസ്സ് ആരംഭിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം തേടാനാണ് ഇന്നലത്തെ യോഗം എന്ന് നമ്മളോട് വിശദീകരിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം ചോദിക്കാനാണ് ഇന്നലത്തെ യോഗമെങ്കിൽ ആ അഭിപ്രായം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർമാർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ, ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചു ചേർത്തു. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കാതെയാണ് ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോകുന്നത് എന്ന ഒരു പരാതി ആദ്യം തന്നെ നമ്മൾ മുന്നോട്ട് വച്ചിരുന്നു. അത് സംബന്ധിച്ച് വ്യക്തമായ ഒരു വിശദീകരണം നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തത്, ഞങ്ങൾ കോൺഗ്രസിൻ്റെ പേരിൽ അവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് നടപ്പിലാക്കാൻ കേരളത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്ന സമയത്തെ സംബന്ധിച്ചിട്ടാണ്. അത് പ്രാക്ടിക്കലായി ഒരു കാരണവശാലും നടക്കുന്ന സമയമല്ല. ഒരാഴ്ച കൂടി കഴിയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ സംവരണ നറുക്കെടുപ്പുകളൊക്കെ ആരംഭിക്കും. ആ നറുക്കെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പ്രോസസ്സായി. അത് കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അത് കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ഇലക്ഷനിലേക്ക് പോകും. കേരളത്തിലെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് എല്ലാ വാർഡുകളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് ഇത്രയും കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഒരു എനോമറേഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുവന്ന ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്താൻ കഴിയുക? അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഗ്രാസ് റൂട്ട് ലെവൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ BLO ആണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരാണ് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയിൽ എപ്പോഴും പങ്കെടുക്കുന്നത്. അപ്പോൾ ആ ആളുകൾ മുഴുവൻ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞൊരു കാര്യം. പിന്നെ രാഹുൽ ഗാന്ധി തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പൊ അങ്ങ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ യോഗം വിളിച്ചെങ്കിൽ പോലും അവർ പറയുന്നതിനെ കാര്യമായിട്ട് കേൾക്കാനോ അതിൽ ആ ഒരു ആശങ്കയെക്കുറിച്ച് ബോധവാന്മാരാകാനോ ഒന്നും ഇലക്ഷൻ കമ്മീഷൻ ശ്രമിച്ചില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പൊ ഇന്നലത്തെ യോഗത്തിൽ തന്നെ കോൺഗ്രസും CPM ഒക്കെ വിയോജിപ്പ് അറിയിച്ചിരുന്നു. പക്ഷേ നടപടിക്രമങ്ങളിൽ നിന്നും പിന്നോട്ടില്ല. ഒരു ഏകപക്ഷീയമായ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോകണം. അപ്പോൾ ഇതിനിപ്പോ എങ്ങനെയാകും കോൺഗ്രസ് ഇതിലെടുക്കുന്ന ഒരു സ്റ്റാൻഡ് എങ്ങനെയായിരിക്കും? അല്ല, ഇതിനകത്തിപ്പോൾ അവിടെ പങ്കെടുത്ത 99% വേണമെങ്കിൽ ഒരു രാഷ്ട്രീയ BJP ഒഴികെയുള്ള ഇന്നലെ പങ്കെടുത്ത മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഇതിനകത്ത് അവരുടെ ആശങ്ക പറഞ്ഞു. ഇതിനെ അനുകൂലിച്ച BJPക്ക് പോലും
പിന്നെ ചില കാര്യങ്ങളിൽ അവർക്കും വ്യക്തത വേണം എന്ന് അവർ പോലും ആവശ്യപ്പെടുന്ന സാഹചര്യം ഇന്നലത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ എനിക്കുണ്ടായി. പക്ഷേ താങ്കൾ ഇവിടെ ശരിയാവണ്ണം സൂചിപ്പിച്ചതുപോലെ ഇത് ഒക്കെ നമ്മളുടെ അഭിപ്രായം കേൾക്കുമ്പോൾ തന്നെ ഈ അഭിപ്രായം എന്താണെങ്കിൽ പോലും ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ആ തീരുമാനം സംസ്ഥാന ഇലക്ട്രൽ ഓഫീസറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് അവിടെ നിന്നും മനസ്സിലാക്കാനും വായിച്ചെടുക്കാനും കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ശ്രീ പി സി ഉഷ, ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അതിന്റെ അടുത്ത പറഞ്ഞോളൂ. അല്ല, താങ്കൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട് എടുത്താൽ അപ്പോൾ ഇതിനെ നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഇപ്പോൾ രാഷ്ട്രീയപരമായ പൊളിറ്റിക്കൽ പാർട്ടികളുടെ എല്ലാം കൂടെ ഒരു പ്രഷർ ഇതിനകത്ത്. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ BLOയും BLAമാരുമാണ് ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ ഒരേ സമയം ഒരുമിച്ച് പങ്കെടുക്കുന്നത്. അതിൽ BLO ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥനാണെങ്കിൽ BLA പൊളിറ്റിക്കൽ പാർട്ടികളുടെ പ്രതിനിധികളാണ്. അപ്പം അവർക്ക് ഈ കാര്യത്തിൽ പങ്കെടുക്കുന്നതിനുള്ള പ്രയാസങ്ങൾ അത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രഷറായി തന്നെ നമ്മൾ അവരെ ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ അറിയിച്ചിട്ടുണ്ട്, തുടർന്നും അറിയിക്കും. നിയമപരമായി പോലും ഇപ്പോൾ ഇതിൻ്റെ സുപ്രീം കോടതിയിൽ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരാത്ത ഒരു കേസുണ്ട്. കേരളത്തിൻ്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുമ്പോൾ അത് എങ്ങനെയാണ് ഇത് പ്രായോഗികമാക്കുക എന്നുള്ളത് ഇവിടുത്തെ നിയമകോടതികളെയും ചിലപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ അതിൻ്റെ ഒരു സാധ്യത പറയുകയാണ്, ബോധ്യപ്പെടുത്തേണ്ടി വരും എന്ന ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായി പറയുന്നു. ഓക്കെ, വ്യക്തമാണ് ശ്രീ പി സി ഉഷ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിലേക്ക് കൂടെ ഒന്ന് പോകണം. ഇപ്പം ഈ വോട്ടർ പട്ടികയിൽ നിന്ന് എങ്ങനെ ഈ വോട്ടുകൾ നീക്കം ചെയ്യുന്നു, അതുപോലെ തന്നെ കൂട്ടത്തോടെ ഇവ എങ്ങനെ അപ്രത്യക്ഷമാകുന്നു, ഇങ്ങനത്തെ സംശയങ്ങളാണ് ആ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ടാം വാർത്താ സമ്മേളനം കൂടി കഴിഞ്ഞതോടെ നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനം അത് അത്യന്തം ഗുരുതരമായ വിശ്വാസ്യതാ പ്രശ്നം നേരിടുന്നുണ്ട് എന്ന കാര്യത്തിൽ ഇനി ഒരു മറ്റ് തെളിവുകളുടെ ഒന്നും ആവശ്യം വേണ്ട എന്നൊരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേലൊരു സോഫ്റ്റ്വെയർ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ശ്രീ പി സി വിശ്വനാഥ് നമ്മളിങ്ങനെ വരുന്ന വോട്ട് ചെയ്യുന്നത് എന്നൊരു സ്വാഭാവികമായ സംശയം എല്ലാവരിലും ഉണ്ടാകില്ലേ? ഈ സംശയത്തിന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ അടുത്ത കാലത്തെങ്ങാനും എന്തെങ്കിലും മറുപടി നൽകുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇന്നലത്തെ മീറ്റിങ്ങിൽ ഇതേ ചോദ്യം തന്നെ നമ്മൾ ചോദിക്കുകയുണ്ടായി. കാരണം ഇപ്പം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി മുൻപ് പ്രവർത്തിച്ചിരുന്നവരടക്കം ഇപ്പോഴത്തെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ശ്രീ ഗണേഷ് കുമാർ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങളോട് കൃത്യമായ മറുപടി നൽകുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതിന് പകരം മറ്റ് ആരോപണങ്ങളിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പൊതുവിശ്വാസ്യതയെ ഇല്ലാതാക്കാൻ പാടില്ലായിരുന്നു എന്നാണ് മുൻപ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിരുന്ന BJPയുടെ സമയത്ത് പോലും BJP ഗവൺമെൻറ്റിൻ്റെ സമയത്ത് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിരുന്നവർ അവരുടെ പ്രതികരണം അറിയിച്ചത്. ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധിയുടെ രണ്ടാം പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്താണ്, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അർഹരായ ആളുകളുടെ വോട്ടുകൾ പോലും ഇല്ലാതെയാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്, അങ്ങനെ ചെയ്യുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇതിൻ്റെ ചർച്ചയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് ഞാൻ പറയുകയാണ്. ഇവർ ആധാര ഡോക്യുമെൻ്റായി ഇന്നലെ ഞങ്ങളോട് പറഞ്ഞത് 2002 വോട്ടർ പട്ടികയാണ്. അപ്പം നമ്മളെല്ലാം ഇവിടുത്തെ ഇലക്ഷൻ ഓഫീസറോട് ചോദിച്ചു, 2002 വോട്ടർ പട്ടിക നിങ്ങൾ ആധാര ഡോക്യുമെൻ്റായി എടുക്കുമ്പോൾ ആ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ 2006-ലും 2011-ലും 2016-ലും 2021-ലും അസംബ്ലി ഇലക്ഷനിൽ വോട്ട് ചെയ്തവരാണ്. അവർ 2004-ലും 2009-ലും 2014-ലും 2019-ലും 2024-ലും പാർലമെൻറ്റിൽ വോട്ട് ചെയ്തവരാണ്. ഇത്രയും തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്ത ആളുകൾ വീണ്ടും വോട്ടർ പട്ടികയിൽ പേര് വരാൻ വേണ്ടിയിട്ട് ഈ എന്യൂമറേഷൻ പ്രോസസ്സുകളിൽ കൂടി ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഭാഗമായി കടന്നു പോകണമെന്ന് പറയുമ്പോൾ ഒരു സ്വതന്ത്രവും സുതാര്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണെങ്കിൽ അതിൽ അർഹരായ ആളുകളെ വീണ്ടും ഇത്തരം പ്രോസസ്സിൽ കയറ്റി ബുദ്ധിമുട്ടിച്ച് അവരെ ഇതിൽ നിന്നും ഇല്ലാതെയാക്കുന്ന ഒരു സമീപനം ശരിയാണോ എന്ന ഒരു ചോദ്യം ചോദിച്ചു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു 2024 നിങ്ങളിനി നടപ്പിലാക്കുന്നതിന് നമുക്ക് എതിർപ്പുണ്ട്, നടപ്പിലാക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതോടൊപ്പം നിങ്ങളുടെ ഈ 2002 വോട്ടർ പട്ടികയുടെ കാര്യത്തിലുള്ള
ഞങ്ങളുടെ വളരെ കൃത്യമായ യുക്തിഭദ്രമായ എതിർപ്പ് എന്ന് പറയുന്നത് 2024 ലേറ്റസ്റ്റ് വോട്ടർ പട്ടിക അങ്ങനെയാണെങ്കിൽ ബേസ് ഡോക്യുമെൻ്റ് ആക്കിക്കൂടെ? അപ്പം അതിനും കൃത്യമായ മറുപടി ഇല്ല. അത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കാമെന്നാണ് ഇന്നലെ വിവരം തന്നത്. അതുപോലെ ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ ഈ 11 ഡോക്യുമെന്റ്സിന്റെ കൂടെ ബീഹാറിലെ പറയാൻ വേണ്ടിയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂസ് മലയാളം തന്നെ പുറത്തുവിട്ടൊരു റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പം ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച 2023 ഒക്ടോബർ 27 ശേഷം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഈ തൃശ്ശൂരിൽ മാത്രം 25,194 അപേക്ഷകൾ വോട്ടർമാരെ നീക്കം ചെയ്യാൻ വേണ്ടി എത്തി. അതിൽ 24,472 അപേക്ഷകൾ അംഗീകരിച്ചു എന്നാണ്. അതായത് കിട്ടിയ അപേക്ഷയുടെ 97.13% അപേക്ഷകൾ അംഗീകരിച്ചു. അപ്പോൾ ഇതിനൊക്കെയുള്ള അർത്ഥം അവയെല്ലാം ഡിലീറ്റ് ചെയ്തു എന്നല്ലേ? അതേ, വോട്ടർ പട്ടികയിൽ സമുദായം നോക്കിയും വോട്ടർ പട്ടികയിൽ അത് മറ്റു രൂപത്തിലുള്ള പരിശോധന, അത് നിയമപരമായ പരിശോധന അല്ലെന്നാണല്ലോ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ കൂടി അദ്ദേഹം വ്യക്തമാക്കിയത്. നടത്തിയിട്ട് ഈ വോട്ടെല്ലാം കൂട്ടമായി ഡിലീറ്റ് ചെയ്യുന്നു എന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അത് കർണാടകത്തിലെ അലന്തിൽ അത് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ അതിൽ ആളുകളെ തന്നെ അതിൽ 1-2 ഉദാഹരണങ്ങൾ അവരെ തന്നെ ആ പത്രസമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതിലൊന്നും വ്യക്തമായ ഒരു മറുപടി അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിശ്വാസ്യത നഷ്ടപ്പെടുക എന്നുള്ളത് ഈ ഭരണഘടനാ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അപകടകരമായ ഒരു അവസ്ഥയാണ്. തീർച്ചയായും അത് തന്നെയാണ് ശ്രീ പി സി വിശ്വനാഥ്. കാരണം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയൊരു ഭരണഘടനാ സ്ഥാപനം നമ്മളെല്ലാം വിശ്വസിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് വിശ്വസിക്കാമെന്ന് വിചാരിക്കുന്ന ഒരിടത്ത് ഈ വലിയ ക്രമക്കേടുകൾ നടക്കുന്ന. ഇപ്പോൾ വോട്ട് ചേർക്കാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യാനും സോഫ്റ്റ്വെയർ ഇല്ല എന്ന് ആര് കണ്ടു എന്ന സ്വാഭാവിക സംശയമൊക്കെ മനുഷ്യരിൽ വരുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. സമയപരിമിതി കൊണ്ട് മാത്രം ഞാൻ മറ്റ് 2 വിഷയങ്ങൾ കൂടി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാണ്. ഒന്ന് അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞോളൂ ശ്രീ പി കൃഷ്ണനാഥ്. ഇതിനകത്ത് ഒരു കാര്യം ഇതിൽ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാസികളായിട്ടുള്ള മനുഷ്യരുണ്ട്. അവർക്ക് ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ അവർ പേരുള്ളവരാണ്, അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അവിടെ ജോലിക്ക് പോയിട്ടുള്ളവരാണ്. പക്ഷേ ഒട്ടുമിക്ക പ്രവാസികളും തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ വന്ന് വോട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ ഇവരോട് ചോദിച്ചു, ഈ SIRൽ നിങ്ങളുടെ ഇനൂമറേഷൻ പ്രോസസ്സിൽ ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തതയില്ല, അവർക്ക് അർഹതപ്പെട്ട വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അക്കാര്യത്തിലും ഗൗരവമായ തീരുമാനവും പരിശോധനയും വേണമെന്നുള്ള കാര്യവും അവിടെ സൂചിപ്പിച്ചു. അത് ഞാൻ പ്രാധാന്യം ഉണ്ടായതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ജീവിതത്തെ താങ്ങി നിർത്തുന്നവരാണ്. പ്രാധാന്യമുണ്ട്. കാരണം ബീഹാറിലെ വോട്ടർ പട്ടിക ഈ SIR നടപ്പാക്കുന്ന സമയത്ത് കേരളത്തിലേക്ക് വന്ന് ജോലി ചെയ്യുന്നവർ തിരികെ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് വോട്ടില്ല, അവരവിടുത്തെ ആള് പോലും അല്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രവാസി പ്രശ്നം അത് അടിയന്തര പ്രാധാന്യമുള്ള തന്നെയുമാണ്. ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് ഈ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ടുള്ള നിയമസഭയിലെ ചർച്ചകളിലേക്കായിരുന്നു. 4 ദിവസം സഭ ചേർന്നപ്പോൾ 3 പ്രമേയം എടുത്തു, സംസാരിച്ചു, ചർച്ചകൾ നടന്നു. ഏറ്റവും ഒടുവിലത്തെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയം അങ്ങ് തന്നെയാണ് അവതരിപ്പിച്ചതും. അപ്പോൾ ഇതിൽ പറയേണ്ട ഒരു കാര്യം, നന്നായിട്ട് നിയമസഭ ചേർന്ന കുറച്ച് ദിവസങ്ങളാണ് കടന്നു പോയത്. കാരണം ജനങ്ങളുമായിട്ട്, സാധാരണക്കാരുമായിട്ട് വളരെ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന 3 പ്രമേയങ്ങളാണ് പ്രതിപക്ഷം അവിടെ അവതരിപ്പിച്ചതും നല്ല ചർച്ചകളൊക്കെ നടന്നത്. അപ്പോൾ ഈ ചർച്ചകളിലൊക്കെ പ്രതിപക്ഷം സാറ്റിസ്ഫൈഡ് ആണോ? പ്രതീക്ഷിച്ച പോലത്തെ നല്ല ചർച്ചകൾ അവിടെ ഉണ്ടായോ ശ്രീ പി സി വിശ്വനാഥ്? ആ ചർച്ചകളിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഒന്ന്, എപ്പോഴും അടിയന്തര പ്രമേയത്തിന് നമ്മൾ നോട്ടീസ് നൽകുന്നത് തന്നെ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഭാഗവും ഭരണപക്ഷത്തിൻ്റെ ഭാഗവും പൂർണ്ണമായി കേൾക്കുമ്പോഴാണ് അത് ചർച്ചയാകുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോഴും നോട്ടീസ് കൊടുക്കുന്നത് എന്താണ്? ഒരു വിഷയം കൊടുക്കുമ്പോൾ തന്നെ ആ വിഷയത്തിൽ നമ്മൾ പറയുന്നത് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ നോട്ടീസ് തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഗവൺമെൻറ് അംഗീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞാൻ നോക്കുകയായിരുന്നു, എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ഒരു നോട്ടീസാണ്. ആ നോട്ടീസിൽ തന്നെ ഈ പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഒരു നോട്ടീസാണ്, സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം മുട്ടത്തറ സ്വദേശി ലതാകുമാരി അടക്കം നിരവധി പേർ മരണമടഞ്ഞിട്ടും സർക്കാർ കാര്യക്ഷമമായ ഇടപെടൽ നടത്താത്തത് ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധികളും ജനങ്ങളിൽ ഉളവാക്കിയിട്ടുള്ള ആശങ്ക സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നാണ് നമ്മുടെ ഈ റൂൾ 50 നോട്ടീസ്.
അപ്പം അത് ഗവൺമെൻറ് അംഗീകരിക്കുക എന്ന് പറയുന്നത് തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഒരു നേട്ടമാണ്. ഗവൺമെൻറ്റും അക്കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകുമ്പോൾ ജനങ്ങളിലേക്ക് ഈ രണ്ട് കാര്യങ്ങളിൽ എത്തും. ഇപ്പം ഞാൻ ഉദാഹരണം വിലക്കയറ്റം ഞാനാണ് അവതരിപ്പിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു 400 രൂപ വെളിച്ചെണ്ണയ്ക്കായി, പപ്പടത്തിന് വെളിച്ചെണ്ണയിലെത്താൻ ഇനി ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. അപ്പം മന്ത്രി മറുപടി പറയുമ്പോൾ ജനം കേൾക്കും, അല്ല 400 രൂപയൊന്നും ആയിട്ടില്ല, ഇപ്പോൾ 200 രൂപയ്ക്ക് നിങ്ങൾക്ക് വെളിച്ചെണ്ണ കിട്ടും എന്ന് മറുപടി പറഞ്ഞാൽ ഓക്കെ, ജനം ഹാപ്പിയാണ്. പക്ഷേ ഇല്ല, 400 രൂപ തന്നെയാണ് മന്ത്രിയുടെ മറുപടിയിലും വരുന്നതെങ്കിൽ ജനത്തിന് ആ വിലക്കയറ്റത്തിൻ്റെ അവർ ഓൾറെഡി ഇത് അനുഭവിക്കുന്നവരാണ്, അവർക്കത് മനസ്സിലാകും. അപ്പം നമ്മൾ പറയുന്നതും ജനം കേൾക്കും, മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന സാമാജികരുടെ പ്രസംഗങ്ങളും ജനങ്ങൾ കേൾക്കും. അപ്പോൾ അവർ വിലയിരുത്തും, സപ്ലൈകോയിലെ സബ്സിഡി ഇനങ്ങൾക്ക് 13 ഇനത്തിന് വില കൂട്ടി എന്ന് ഞാൻ പറയുമ്പോൾ ഇല്ലല്ലോ, വില കുറച്ചാണല്ലോ കിട്ടുന്നത് എന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അവർക്ക് തോന്നും. അപ്പോൾ അല്ല, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, വില കൂടുതലാണ് അവിടെ ഉള്ളത്. അപ്പം ചർച്ച നടക്കുന്നത് അതും ഈ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യം, വിലക്കയറ്റം, ഇതെല്ലാം സാധാരണ ജനങ്ങളെ അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതെല്ലാം ചർച്ച ചെയ്യണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനാണ് അവർ നിയമസഭയിലേക്ക് പ്രതിപക്ഷത്തെ അയക്കുന്നത്. മറുപടി പറയാനാണ് അവർ ഭരണപക്ഷത്തോട് ആവശ്യപ്പെടുന്നത്. ഇപ്പം ഈ അടിയന്തര പ്രമേയത്തിന്റെയോ ചർച്ചയുടെയോ എന്തിന്റെ പ്രതിഫലനമായാലും പൊതുജനങ്ങൾക്കൊരു സന്തോഷ വാർത്ത, സപ്ലൈകോയിൽ നാളെ തൊട്ട് വെളിച്ചെണ്ണയ്ക്ക് വില കുറയും, 396 രൂപയ്ക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ കിട്ടുമെന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അപ്പോൾ ശ്രീ പി സി ഉഷാദ്, ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കും. ഇപ്പോൾ ഈ KJ ഷൈനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ നിലനിൽക്കുകയാണല്ലോ, അതിപ്പോൾ പുതിയൊരു തലത്തിലേക്ക് കടന്നിട്ടുണ്ട്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഒരു അന്വേഷണ സംഘം ആ കേസ് അന്വേഷിക്കുകയൊക്കെയാണ്. ഈ വിഷയത്തിലെ കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എന്താണ് ശ്രീ പി സി ഉഷാദ്? അതിലേക്ക് വരുന്നതിന് മുമ്പ് അപ്പോൾ നമ്മുടെ നിയമസഭാ പ്രവർത്തനത്തിൻ്റെ റിസൾട്ടല്ലേ നമ്മൾ വിലക്കയറ്റം നിയമസഭയിൽ കൊണ്ടുവന്ന് അത്ര ശക്തമായി വാദിച്ചു. വലിയ വ്യത്യാസമൊന്നുമില്ല. 400 രൂപ എന്നുള്ളത് 396 ആകുമ്പോൾ പോലും 4 രൂപയുടെ കുറവേ ഉള്ളൂ. 200 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വെളിച്ചെണ്ണയാന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. എന്നാലും 4 രൂപയെങ്കിലും കുറഞ്ഞല്ലോ. നമ്മൾ ഈ പറഞ്ഞില്ലേ, വ്യക്തിപരമായ അധിക്ഷേപങ്ങളൊന്നും പൊതുപ്രവർത്തകർക്കെതിരെ നടത്തുന്നതിന് വ്യക്തിപരമായി പോലും ഞാൻ യോജിക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടിയും അങ്ങനെ വ്യക്തിപരമായി ആർക്കെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കെതിരെ, പ്രത്യേകിച്ചും സ്ത്രീകൾ ആയിട്ടുള്ളവർ, അവരൊരുപാട് പ്രയാസം അനുഭവിച്ചിട്ടാണ് ഏത് പാർട്ടിയിലെയും വനിതാ നേതാക്കന്മാരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ അവരെ അധിക്ഷേപിക്കുന്ന രീതിയോടൊന്നും ഞങ്ങളാരും സംഘടനാപരമായും യോജിക്കുന്നവരല്ല, വ്യക്തിപരമായും ഞാൻ യോജിക്കുന്നില്ല. ഓക്കെ, വളരെ വ്യക്തമാണ്. പ്രതിപക്ഷ നേതാവും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ചേർന്നതിനും ഇത്രയും സമയം പങ്കുവച്ചതിനും. അപ്പോൾ അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. ഇനിയും ഹലോ മലയാളത്തിൽ അങ്ങയുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ.